റീസെൻ്റ് ആയിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ടിരിക്കുന്നത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഷിപ്പ് യാർഡിൽ 23,000 കോടി രൂപയുടെ ഷിപ്പ് നിർമ്മാണത്തിൻ്റെ പ്രോജക്റ്റ് കിട്ടിയതിനകത്തിലെ 6 ഷിപ്പുകൾ ഫ്രാൻസിൽ നിന്നുമുള്ള ലോകത്തിലെ 3ാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനി ആയിട്ടുള്ള CMA CGMൻ്റെയാണ്. ഒപ്പം ഹയുണ്ടയുടെയാണ്. അപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ടെക്നിക്കൽ നോളജുകളുള്ള ചെറുപ്പക്കാർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രമാത്രം ഷിപ്പ് നിർമ്മാണം 23,000 കോടി രൂപയുടെ ഷിപ്പ് നിർമ്മാണം കേരളത്തിലെ അറബിക്കടലിന് മാരടമായിട്ടുള്ള കൊച്ചിയിൽ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്രയും ഷിപ്പ് നിർമ്മാണം എല്ലാം തരത്തിലുള്ള കമ്പോണൻസ് വേണ്ടി വരും. നിർമ്മാണ രംഗത്ത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളും നമ്മളുടെ ടെക്നിക്കൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതും ആ മേഖലയിലുള്ളവരും അതിൻ്റെ ഓരോ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ കാര്യം നോക്കണം. ടൂറിസം ഒരു പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ അടുത്തതായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ടൂറിസം എന്ന് പറയുന്നത്. മാരിടൈം സെക്ടറിലെ 590 കിലോമീറ്റർ അല്ലെ 600 കിലോമീറ്റർ തീരദേശമുള്ള കേരളത്തിൻ്റെ 9 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കപ്പെടുന്ന തീരദേശത്തെയും 44 നദികളും 34 തടാകങ്ങളും ഹിൽ സ്റ്റേഷനും കൂടെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ നദിയുടെ തീരത്തും നിങ്ങളുടെ പ്രദേശത്തുള്ള നദി വെള്ളായണിക്കര എടുത്തിട്ട് അതിൻ്റെ തീരത്ത് നിങ്ങൾക്ക് നല്ല ഒരു ജെട്ടി, ഒരു വള്ളം ബോട്ട് വന്നടുക്കുന്ന തരത്തിലേക്കുള്ള ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഹോം സ്റ്റേകളെയും ടൂറിസത്തെയും ഒരേ തരത്തിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയാൽ നാട്ടിലെ സാധാരണ അമ്മയ്ക്കും ഈ പറയുന്ന ഒരു തുറമുഖം വരുമ്പോൾ അവസരങ്ങൾ കിട്ടും. ലോകത്തു നിന്നുമുള്ള ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുകയും അവരെ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെയും കേരളത്തിൻ്റെ സൗന്ദര്യത്തെയും നമ്മൾ ആസ്വദിക്കത്തക്ക തരത്തിലേക്ക് പാകപ്പെടുത്തുന്ന അമ്മയായി മാറുന്ന ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാൻ പറ്റിയാൽ തുറമുഖം ഗ്രാമത്തിലും ഒരുപാട് അവസരമുണ്ടാകും.